ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിൻ്റർ സീസണിലെ കളക്ഷൻസിലൊന്നായ ബീൻസ് കൃഷി കണ്ടെയ്നറുകളിൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള രീതിയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബാൽക്കണിയിലും ടെറസിലുമൊക്കെ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ നമുക്ക് ബീൻസ് കൃഷി ചെയ്യുവാൻ സാധിക്കും. വലിയ വിളവുകളൊന്നും ലഭിച്ചില്ലെങ്കിലും നമുക്ക് കുറച്ച് കിട്ടിയാലും അതൊരു സന്തോഷം തന്നെയാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ വിളവുകൾ ലഭിക്കും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ വിത്തുകൾ തന്നെയാണ്. പല വർഷങ്ങളിലായിട്ട് കൃഷി ചെയ്തതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 2 തരത്തിലുള്ള ബീൻസുകൾ കൃഷി ചെയ്തിരുന്നു. കുറ്റി ബീൻസും വള്ളി ടൈപ്പ് ബീൻസും. സാധാരണ നാട്ടിൽ നിന്നാണ് വിത്ത് കൊണ്ടുവരാറുള്ളത്. ഇത്തവണ ഇവിടെ നിന്ന് തന്നെയാണ് വിത്ത് കളക്ട് ചെയ്തത്. പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു 3-4 മണിക്കൂർ നേരം ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. കൂടുതൽ നേരം ആവശ്യമില്ല, ഒന്ന് കുതിർത്ത് വരുന്നത് വരെ. അതിനോടൊപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് കറുവാപ്പട്ടയുടെ കുറച്ച് പൊടിയാണ്. സ്യൂഡോമോണാസ് പൗഡർ ഉണ്ടായിരുന്ന സമയങ്ങളിൽ അതായിരുന്നു ചേർക്കുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. പൊടികളൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കിട്ടുന്നതിന് വേണ്ടിയാണ്, ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് ഡയറക്റ്റ് നടുകയാണ് ചെയ്തത്. കുറച്ച് ഞാൻ ട്രെയിൽ പാകിയിരുന്നു. അടിവളവും എല്ലാം ചേർത്ത് കൊടുത്ത മണ്ണിൽ തന്നെയാണ് ഞാൻ വിത്തുകൾ പാകിയത്. ഇത് പറിച്ച് നട്ടില്ല, ട്രെയിൽ പാകിയത് മാത്രം പറിച്ച് നട്ടു. അടിവളമായി ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആട്ടിൻകാഷ്ടമാണ്, കുറച്ച് മതിയാവും. ചാണകപ്പൊടി അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ചേർത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലകളും മണ്ണിര കമ്പോസ്റ്റും കുറച്ച് ചകിരിച്ചോറും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മണ്ണ് തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് ദിവസം നനച്ചു കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് വിത്തുകൾ നട്ടത്. ഏകദേശം 1-1.5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിത്തുകളെല്ലാം മുളച്ച് കിട്ടി. ഇവിടെ ഇത്തവണ ടെറസിൽ കൃഷി ചെയ്തപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വന്നത് പക്ഷികളെ കൊണ്ടാണ്. അതിനാൽ ഞാൻ നെറ്റ് ഉപയോഗിച്ചിരുന്നു. നെറ്റുണ്ടായിട്ടും നെറ്റിൻ്റെ മുകളിൽ കൂടിയൊക്കെ വന്ന് പക്ഷികൾ കുറേയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. പക്ഷികളെ ഓടിക്കുന്നതിനായിട്ട് പല ഉപാധികളും ഞാൻ നോക്കിയിരുന്നു. കുറേയൊക്കെ വിജയിച്ചുവെങ്കിലും കുറേ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇത്തവണ. സ്ഥലപരിമിതി മൂലം ഓരോ ക്യാനുകളിലും 6-8 വിത്തോളം ഞാൻ പാകിയിരുന്നു. അതിൽ കരുത്തുറ്റവും മാത്രമാണ് പിന്നീട് നിർത്തിയത്. പക്ഷികൾ വല്ലാതെ തിന്നുപോയ ചെടികളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തതും. ഇവിടെ ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ച് തണുപ്പൊക്കെ തുടങ്ങും. ആ സമയത്താണ് ഞാൻ വിത്തുകൾ വിൻ്റർ സീസണിലേക്ക് പാകാറുള്ളത്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെടികളെല്ലാം പൂവിട്ട് തുടങ്ങിയിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് ഫിഷ് അമൈനോ ആസിഡ് ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുത്തിരുന്നു വളർച്ചയ്ക്ക് വേണ്ടി. ഫിഷ് അമൈനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അത് ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു. കാണാത്തവരതൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. അധികം പേരും കൃഷിയിൽ ഉപയോഗിച്ച് വരുന്നതാണ്, എങ്കിലും ബിഗിനേഴ്സിന് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂവിടാൻ തുടങ്ങുന്നതിന് മുന്നോടിയായി ചാരവും ബനാന പീൽസ്, അതുപോലെ ഓനിയൻ പീൽസ്, ഇവയെല്ലാം കൊണ്ട് തയ്യാറാക്കിയ ഫെർട്ടിലൈസേഴ്സ് ഇതെല്ലാമാണ് നൽകിയത്. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ചുള്ള വളങ്ങൾ അതുമെല്ലാം നൽകിയിരുന്നു. ഓരോ വളങ്ങളും ലായനി രൂപത്തിലാണ് ഞാനിവിടെ നൽകിയത്. കിച്ചൺ വേസ്റ്റ് എല്ലാം അടിവളം പോലെ തന്നെ മണ്ണിൽ കുഴിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ആഴ്ചയിൽ ഓരോ ടൈപ്പ് ഫെർട്ടിലൈസർ എന്ന രീതിയിലാണ് നൽകിയത്. രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ലായനി രൂപത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് എല്ലാം നൽകിയത് ഈവനിങ് ടൈമിലാണ്. വെയിലുള്ള സമയത്ത് നൽകിയാൽ ചിലപ്പോൾ വാടിപ്പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനെയുള്ള ഫെർട്ടിലൈസേഴ്സ് എല്ലാം നൽകാറുള്ളത്. നനയും അതുപോലെ തന്നെ. തണുപ്പ് കാലമായതുകൊണ്ട് നനയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ നനവായാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതിനാൽ 1-2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ചൊക്കെയാണ് വെള്ളം നൽകിയതും. ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഈച്ചകളുടെ ശല്യം വല്ലാതെ ഉണ്ടാകാറുണ്ട്. അതിനെതിരായിട്ട് ഞാൻ മഞ്ഞക്കെണിയാണ് ഉപയോഗിക്കാറുള്ളത്. അത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. മഞ്ഞക്കെണി ക്യാനുകളുടെ അടുത്തായിട്ട് വെച്ചും അതുപോലെ ഹാങ് ചെയ്തുമൊക്കെയാണ് ഉപയോഗിച്ചത്. പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാതെ തന്നെ മഞ്ഞക്കെണി ഉപയോഗിച്ചും
അതുപോലെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള വെളുത്തുള്ളി, കാന്താരി മിശ്രിതം അതെല്ലാം തളിച്ചുമൊക്കെ നമുക്ക് ഈച്ചകളെ നശിപ്പിക്കുവാൻ സാധിക്കും. ചെറിയ ടേപ്പുകൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. അത് ഞാൻ പശുക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ആദ്യമൊക്കെ പശുക്കൾക്ക് പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അതിജീവിച്ചു. ഇപ്പോൾ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. ആദ്യമൊക്കെ CD അവിടെ ഇവിടങ്ങളിലായിട്ട് ഹാങ് ചെയ്തിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ പശുക്കളൊക്കെ അകന്നു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അതും ശരിയാകുന്നില്ല. എല്ലായിടത്തും പച്ചപ്പ് കുറയുന്നതാവാം പശുക്കളുടെ കൂട്ടമായ ആക്രമണത്തിന് കാരണം. ബാൽക്കണിയിൽ ഞാൻ കുറച്ച് കൃഷി ചെയ്തിരുന്നു, മറ്റു ചെടികൾക്കൊപ്പം സൈഡിലൊക്കെയായി. പക്ഷേ വെയിൽ കുറവായതുകൊണ്ടാവണം അധികം കായകളൊന്നും ഉണ്ടായില്ല. തണുപ്പിനൊപ്പം തന്നെ സൂര്യപ്രകാശം ധാരാളം ആവശ്യമുള്ളൊരു ചെടിയാണ് ബീൻസ്. ഇവിടെ മാർച്ച് ആകുമ്പോഴേക്കും തണുപ്പെല്ലാം മാറി വിൻ്റർ സീസണിലെ ചെടികളെല്ലാം പോകും. 4 മാസങ്ങളിൽ മാത്രമേ ഇവിടെ വിൻ്റർ സീസണിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികൾ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിത്തുകൾ നട്ടു തുടങ്ങുമ്പോഴും നേരത്തെ തന്നെ നടേണ്ടത് ആവശ്യമാണ്. കിച്ചണിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി സോപ്പ് ഉപയോഗിക്കാതെ എടുക്കുന്ന വെള്ളം അതെല്ലാം ഞാൻ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. ക്ലൈംബിംഗ് ടൈപ്പ് ബീൻസുകൾക്ക് താങ്ങുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ വിൻ്റർ സീസണിൽ മറ്റൊരു ബുദ്ധിമുട്ട് വരാറുള്ളത് നല്ല കാറ്റാണ്. ആ സമയത്ത് ചെടികളെല്ലാം നശിച്ചു പോകാറുണ്ട് ചിലപ്പോഴെല്ലാം. അപ്പോൾ അതിനായി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ തന്നെ കൊടുക്കണം. നെറ്റ് ഉപയോഗിച്ചാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്. കൂടെ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. ചെറിയ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് പുതയിട്ട് കൊടുക്കാറുണ്ട്. ഉണങ്ങിയ ഇലകളും അതുപോലെ നശിച്ചു പോകുന്ന ചെടികളുടെ ഇലകളെല്ലാം ശേഖരിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. പെട്ടെന്ന് വളരുകയും കായ്ഫലം തന്നാലുടനെ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ചെടിയായിട്ടാണ് ബീൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറ്റി ബീൻസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വള്ളി ബീൻസാണ് കൂടുതൽ ഫലം തരുന്നതും കൂടുതൽ കാലം നിൽക്കുന്നതും വള്ളി ടൈപ്പ് ബീൻസുകൾ തന്നെയാണ്. ചില സമയങ്ങളിൽ ഈച്ചകളുടെ ശല്യം കൂടുതലാകുമ്പോൾ ചിത്രകീടം ബാധിച്ച ഇലകളൊക്കെ കാണാറുണ്ട്. അതെല്ലാം പറിച്ചെടുത്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ. ഇങ്ങനെ തണുപ്പുള്ള സമയങ്ങളിൽ വളർത്തിയെടുത്ത് വിളവുകൾ കൊയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ബീൻസ്. കൃഷി ചെയ്യാൻ സ്ഥലപരിമിതിയുള്ളവർക്ക് ബാൽക്കണിയും ടെറസിലുമൊക്കെ ആയിട്ട് കണ്ടെയ്നറുകൾ, ഗ്രോ ബാഗ്, ചെറിയ പോട്ടുകൾ ഇതിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ബീൻസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് ബീൻസ് കൃഷിയോട് പ്രത്യേകിച്ചും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. മറ്റു പച്ചക്കറികളുടെ കൃഷിരീതിയും ടിപ്സുമൊക്കെയായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.